തിരുവനന്തപുരം വെണ്ണിയൂർ വവ്വാല മൂലയിൽ വൃക്കരോഗബാധിതരായ കുട്ടി ഉൾപ്പെടെ ഇരട്ട കുട്ടികളുടെയും മാതാവിനെയും പുറത്താക്കി വീട് പൂട്ടി ഗൃഹനാഥന്റെ ക്രൂരത. മാതാവും ഇരട്ട കുട്ടികളും വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി. സർക്കാർ ഉദ്യോഗസ്ഥനായ ഭർത്താവിനെതിരെ ഗാർഹിക പീഡനത്തിന് വിഴിഞ്ഞം സ്റ്റേഷനിൽ കേസ് നൽകുകയും ഇത് സംബന്ധിച്ച് നെയ്യാറ്റിൻകര കോടതിയിൽ നിന്നും പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങുകയും ചെയ്തിരുന്നു. ഈ ഓർഡറിന്റെ കാലാവധി നീട്ടി ലഭിക്കാൻ കോടതിയിൽ പോയ സമയത്താണ് ഭർത്താവ് അജിത്ത് വീട് പൂട്ടി കടന്നുകളഞ്ഞത്. 29 വയസ്സുകാരിയെയും വൃക്കരോഗബാധിതയായ കുട്ടി ഉൾപ്പെടെ ഇരട്ട കുട്ടികളെയുമാണ് ഇയാൾ പുറത്താക്കിയത്. ഭക്ഷണമോ മരുന്നോ കഴിക്കാനാകാതെ ബുദ്ധിമുട്ടിലായതോടെ യുവതി പോലീസിനെ സമീപിക്കുകയായിരുന്നു. പുറത്തു പോയ സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും ഗേറ്റും പൂട്ടി ഡോറും എല്ലാം പൂട്ടി. ഇപ്പോൾ പിന്നെ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ വന്ന് കാര്യം പറഞ്ഞപ്പോഴത്തേക്കും തുറന്നു കൊണ്ടുവരാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് 2ാം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു കൊച്ചിന് ഒരു കിഡ്നി ഇല്ല, ഹൈഡ്രോനെഫ്രോസിസ് വന്ന് കിഡ്നി പോയതാണ്. ആ 2 കുട്ടികളെയും പുറത്താക്കിയിട്ടാണ് വീട് പൂട്ടി പോയത്. മരുന്ന് എല്ലാ സാധനങ്ങളും വീട്ടിനകത്താണ്, ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. സംഭവത്തിൽ പോലീസ് ഇടപെട്ട് വീട് തുറന്നു കൊടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ബന്ധുക്കൾ തയ്യാറായില്ല. പ്രശ്നം ഗുരുതരമായ സാഹചര്യത്തിൽ യുവാവിനെയോ ബന്ധുക്കളെയോ വിളിച്ചു വരുത്തി സമവായത്തിലെത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും യുവാവിനെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. യുവാവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.